ഒരു വർഷം വരെ യൂസ്ഡ് കാറുകൾക്ക് വാറന്റി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുമത്? ഇത് നമുക്ക് ഫുൾ ലോണ്, ഇതും ഫുൾ ലോണ്, ക്യാഷ് ബാക്ക് കിട്ടും. ക്യാഷ് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇറക്കാം. അത് നമ്മളൊരു ഓഫർ പ്രൈസിന് ഫുൾ ലോണും കൊടുക്കാൻ പറ്റൂല. ഫുൾ ലോൺ ചെയ്യാം. ലിസ്റ്റ് പ്രൈസിന് നമുക്ക് നല്ല ഫീച്ചറോട് ആയിട്ടുള്ള ഒരു ക്ലച്ച്, അതും ഫുൾ ലോണില് 8-9 ലക്ഷം രൂപ കുറച്ചിട്ടാണ് ഏകദേശം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ തന്നെ നമുക്ക് ഇറക്കും ചെയ്യാം. ഇതാണ് താറിൽ തന്നെ നമുക്ക് റെഡ് ആവശ്യമുള്ളവർക്ക് ഒരു കിടലം വാഹനം നമുക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്. ബോമീറ്റർ എസ്യുവിന്റെ ഒരു സോണറ്റിന്റെയും വെന്യൂന്റെ ഒക്കെ പ്രൈസിനാണ് ഒരു GT ലൈനിൽ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സെൽട്ടോസ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാം. വേറൊരു പ്രത്യേകത ഉണ്ട്, ഇത് 2023 ഇത് ഓട്ടോമാറ്റിക് ആണ്, ZXi ആണ്. ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പിന്റെ വണ്ടി 10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഗംഭീരമായ ഒരു കളക്ഷൻ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ക ലോ കിലോമീറ്റർ ഒക്കെ ഓടിയില്ല റോക്സ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. മാനുക്കാന്റെ അടുത്താണ്. അപ്പൊ താർ എന്നും ഉണ്ടാവില്ലേ, അപ്പൊ റോക്സ് ആദ്യമായിട്ട്. മാനുക്ക, എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു വരുന്നത്? അതായത് റോക്സ് പൊതുവെ ആളുകൾ കൂടുതൽ എൻക്വയറി ചെയ്യുന്നുണ്ട്, നല്ല ഈ വാഹനങ്ങൾ കിട്ടാനില്ല. പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് മാക്സിമം ലോണും അവൈലബിൾ ആണ്, കാരണം ഒരു വർഷം വരെ ഷോറൂമിൽ ബുക്കിംഗ് വരുന്നതാണ്. ഈ കളറിൽ പ്രത്യേകത ഡിഫൻഡർ ബ്ലൂ, ഇത് ഭയങ്കര ഡിമാൻഡ് കളറാണ്. മാറ്റി തന്നെ ഒരു ലിമിറ്റഡ് കളറാണ് കിട്ടാൻ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഞങ്ങൾ ഇടയിൽ പറയും, അത് വെയിറ്റ് ചെയ്തോളി. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മള് മാനുസ് കാർ വേൾഡിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങള് ഇത് മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പ്രം, അതായത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ, മലപ്പുറം ജംഗ്ഷനിൽ നിന്നും 12 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്നും 12 കിലോമീറ്റർ വരെ നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടിലാണ് മാനുസ് കാർ വേൾഡ്. നമ്മുടെ ഷോറൂമിന്റെ മുൻഭാഗം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇനി ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ മാനുസ് കാർ വേൾഡ് സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഈ പൊളി കളക്ഷൻ ആയിട്ട് തവണ നിങ്ങളെ ഗംഭീരമായ ഒരു അടിപൊളി ഓഫർ വീഡിയോ ആണ്. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാനുക നമുക്ക് ഫുൾ ഓണിലൊക്കെ ഗംഭീര വാഹനങ്ങളുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ട്രാക്ക് ഓക്കെ ആണോ, നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ടും വരിക, നമ്മളെ സാധനങ്ങളായിട്ട് കാറുമായിട്ട് അങ്ങ് പോവാം. അപ്പൊ കാർ എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിക്കാം. കൂടാതെ തന്നെ നമുക്ക് വാറണ്ടി നമുക്ക് സ്പെഷ്യൽ സ്കീമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞാണെങ്കിൽ മാനുക സ്പെഷ്യൽ സ്കീമാണ്. ഒരു വർഷം വരെ യൂസ്ഡ് കാറുകൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്ന പോലെ തന്നെ അത് വേറൊരു ഇതാണ്. നിങ്ങൾക്ക് ഏത് വാഹനങ്ങൾക്കാണോ നിങ്ങൾക്ക് വാറണ്ടി വേണ്ടിയെന്നുള്ളത് നിങ്ങൾ വാഹനം വാങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു വർഷം വരെ നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കും. അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മളതിൽ ഇരിക്കുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് ഒട്ടും പേടിക്കാനില്ല. ലോ കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനങ്ങളാണ് മാനുസ് കാർ വേൾഡ് പൊതുവെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വാറണ്ടിയും ഒരു വർഷത്തെ വാറണ്ടി നൽകുന്നതാണ്. അപ്പോൾ അതാണ് യൂസ്ഡ് കാറാണെങ്കിൽ നമുക്ക് പുതിയ കാറിന് അതേപോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്. അപ്പോൾ നേരെ നമുക്ക് ഫസ്റ്റ് തന്നെ റോക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. റോക്സ് അത് നിങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡിഫൻഡർ ബ്ലൂ അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? പുതിയ വണ്ടിയാണ്, 2024 മോഡല്, 25 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെറും 3000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. കൂടുതൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൊല്ലം ഫുള്ള് കമ്പനി വാറണ്ടിയിൽ കിടക്കുന്ന വാഹനമാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ, ഒന്നുമില്ല. അതായത് നമ്മളൊരു ഷോറൂം കണ്ടീഷൻ വാഹനം എന്ന് തന്നെ പറയാം. അത്രയും പക്കായിട്ട് വെറും 3000 കിലോമീറ്റർ ഡീസലില് നമുക്ക്. ഇത് ഓട്ടോമാറ്റിക് ആണ്, അത് മാനുവൽ ആണ് വരുന്നത്? ഇത് മാനുവൽ ആണ് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പക്ക ഷോറൂം കണ്ടീഷൻ പുതിയ വാഹനത്തിന് അതേ ഫീൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. മാനുക, നമുക്ക് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? പിന്നെ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, ഈ താർ റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു 30 ലക്ഷത്തിന്റെ മുകളിലാണ് ഇതിന്റെ വില എന്നുള്ളത്. അത്ര വില ഒന്നുമില്ല. ഇതിന്റെ സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട്, വോയിസ് കൺട്രോള്, അലൈസ് എല്ലാം വരുന്ന ഈ വാഹനം 21,50,000 രൂപയ്ക്ക് നമുക്ക് തരാൻ പറ്റും. ഒരു 20 ലക്ഷം രൂപ ഇതിന്റെ ലോണും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇറക്കാം. അത് നമ്മളൊരു ഓഫർ പ്രൈസിന്. ഞാൻ തൊട്ട് മുമ്പത്തെ ജനറേഷൻ വേണ്ടവർക്ക് ബ്ലാക്ക് ഇതെങ്ങനെയായിരുന്നു? 2021 മാനുവൽ ആണ്. ഇത് 52,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് 14,60,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 14,60 അല്ലേ? അതായത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് 14,300, 15 ഒക്കെയാണ്. പക്ഷെ 14,60 നമുക്ക് ഫൈനലായിട്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് 4x4 ഹാർഡ് ടോപ്പില് മാനുവലില് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ താറ് ഇറക്കാൻ പറ്റൂല. ഇത് നമുക്ക് ഒരു ഫോക്സ് വാഗൻ വേർച്ചസ്, അത് നമുക്ക് കിഡിലൻ സെഡാനാണ്. അത് നമുക്ക് ഡുവൽ ടൂണ്, സൺറൂഫ് അടക്കം വരുന്ന ഒരു കിഡിലൻ വാഹനം അല്ല. സേഫ്റ്റിയുടെ കാര്യം, പെർഫോമൻസിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാത്ത പക്ക നമുക്ക് ബോഡി ക്വാളിറ്റിയും
ഹൈ പെർഫോമൻസ് ഒക്കെ പറയുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? കാരണം ഈ വെർച്ചസിനെ കുറിച്ച് കൂടുതൽ എൻക്വയറീസ് ഉള്ള ഒരു കാറാണ്. കാരണം ഇന്ന് യുവാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ അത്ര ഡ്രൈവിംഗ് കംഫർട്ടും യാത്ര ചെയ്യാനുള്ള കംഫർട്ടും അത്രത്തോളമാണ്. പൊതുവെ നമ്മള് പോളോ ഒരു ആരാധകരുള്ള പോലെ തന്നെ അത്യാവശ്യം ഇതിന് നല്ല വെർച്ചസിനും ആളുകൾ എൻക്വയർ ചെയ്യുന്ന അതിന്റെ ഡിസൈനും നല്ല അടിപൊളി ഡിസൈനാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2022 മോഡലാണ്. ഇത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള 24-ലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഒരുപാട് കാലം 2 വർഷം കൂടുതലായി കിട്ടും. 40,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇത് ടോപ്പ് എൻഡ് മോഡലാണ് ഇത് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ്. അത് നമുക്ക് സൺറൂഫ് അടക്കം വരുന്ന ഒരു വാഹനമാണ്. അത് ഡുവൽ ടൂണിൽ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ കിട്ടുന്ന വാഹനം, ഫാൻസി നമ്പർ അടക്കം വരുന്നുണ്ട്. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇതിന് നമ്മൾ 13,70,000 രൂപയാണ് ചോദിക്കുന്ന വില. ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം പുതിയൊരു കാർ നോക്കുമ്പോൾ ലക്ഷങ്ങൾ വിലക്കുറവില് നമുക്ക് ഉണ്ടാവും. ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി? 22 ലക്ഷത്തിന്റെ മുകളിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു എമൗണ്ട് 10 ലക്ഷത്തിന്റെ അടുത്ത് തന്നെ അല്ലേ, 8-9 ലക്ഷം രൂപ കുറച്ചിട്ടാണ് ഏകദേശം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ തന്നെ നമുക്ക് ഇറക്കും ചെയ്യാം. ഇതാണ് താറിൽ തന്നെ നമുക്ക് റെഡ് ആവശ്യമുള്ളവർക്ക് ഒരു കിടിലം വാഹനം നമുക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് അല്ല, 4x4. ഇത് 2022-ലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 48,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ച വാഹനമാണ്. നല്ല പൊളി വാഹനമാണ്. അപ്പൊ റെഡ് വേണ്ടവർക്ക് റെഡ് ഉണ്ട്, ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്ക് ഉണ്ട്, ഇനി റോക്സ് വേണ്ടവർക്ക് റോക്സും ഉണ്ട്. എല്ലാ ഐറ്റം ഇവിടെ റെഡി. എല്ലാ ഐറ്റം. ബ്ലാക്ക് തന്നെ വേറെ വാഹനങ്ങൾ നമ്മൾ എത്ര ഇതിന് ചോദിക്കുന്നത്? ഇതിന്റെ പ്രൈസ് 14,50,000 ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒക്കെ ഇറക്കാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ അടുത്ത് നമുക്ക് ഈ ഒരു റോയിലായിട്ട് പോവാം. ഇവിടെ നമുക്ക് ഇനി സാധാരണക്കാരനുള്ള വണ്ടി ഇല്ല എന്നുള്ള ടെൻഷൻ വേണ്ട, ചെറുവാഹനൊക്കെ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കൊരു കിഡ്ലം MG ഹെക്ടർ അല്ലെ, പ്ലസ് ആണ് അല്ലെ, 7 സീറ്റർ പ്ലസ് ആണ്. അപ്പൊ ഒരു നല്ലൊരു കിഡ്ലം ഫീച്ചേഴ്സോട് കൂടി ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ അല്ലേ. എങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ്? 2021-ആണ്. അതായത് 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു 14,50,000 രൂപയ്ക്ക് അത് ഫൈനലിൽ കൊടുക്കാൻ പറ്റും. 14,50 ബെസ്റ്റ് പ്രൈസ് ആണ്. 2021-ആണ് ഇതിന്റെ ഏറ്റവും ന്യൂജൻ ആണ് അല്ലേ? അതെ, ന്യൂജൻ 2021-ആണ്. ന്യൂജൻ ആണ്. ഹെക്ടർ പ്ലസ് ആണ്. 7 സീറ്റർ ആണ്. പിന്നെ ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളൊന്നും പറയണ്ട. നമുക്ക് നല്ല സ്പേഷ്യസും അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡായിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനം. നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഫുൾ ലോണ്. ഇതും ഫുൾ ലോണ്. ക്യാഷ് ബാക്ക് കിട്ടും അല്ലെ? അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ഒരു 3-4 അടവിലെ ക്യാഷ് അങ്ങ് ഉണ്ടാവും അല്ലെ. ഇനി അടുത്തുകൊണ്ട് നമുക്കൊരു ചെറുവാഹനമാണ്. അത് നമുക്ക് ഏറ്റവും ഡിമാൻഡുള്ള നമ്മൾ സ്വന്തം വാഗണറിന്റെ ഏറ്റവും ന്യൂജൻ അല്ലേ, അതും കാലിക്കറ്റ് രജിസ്ട്രേഷൻ 313 അടിപൊളി നമ്പറുമാണ് അല്ലെ. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് 2023-ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ZXi ആണ്. ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ. 10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ലോ കിലോമീറ്ററിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക്, അതും ഏറ്റവും ഹൈ എൻഡ് വേരിയന്റില് നല്ലൊരു കിഡ്ലം വാഹനം അല്ല, പക്ക ഷോറൂം കണ്ടീഷൻ നമുക്ക് അത്ര അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ ഫാൻസി നമ്പർ അടക്കം വരുന്ന വണ്ടി. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ അല്ല, ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ആ ഒരു പക്ക ഷോറൂം കണ്ടീഷൻ നമുക്ക് ഇന്നും അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. എത്ര മാർക്ക് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് നമുക്ക് ഇത് 7,30,000 കൊടുക്കാൻ പറ്റും. 30-നാണ് സ്പെഷ്യൽ റേറ്റ് ആണ് അല്ലേ. 7 ലക്ഷം രൂപ ലോണും കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു നല്ല ട്രാക്കിന് 30 രൂപക്ക് നമുക്ക് ഈ ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വാഹനമാണ് കൊണ്ടുപോകാം അല്ലെ. ഇത് നമുക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ക്രെറ്റയുടെ 2nd ജനറേഷൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ് ഈ ഒരു ജനറേഷനിൽ. ഓട്ടോമാറ്റിക് ആണ്. ഇത് 2018-ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 54,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ അല്ലേ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇത് ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പക്ക നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വാഹനമാണ്. സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. നമുക്ക് ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ലോ കിലോമീറ്റർ, അത് ഓട്ടോമാറ്റിക് വേരിയന്റ്. നല്ല കോസ്റ്റ്ലി സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ. മാനക്ക് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമുക്ക് ഒരു 10,40,000 രൂപ കൊടുക്കാൻ പറ്റും. 10 ലക്ഷം രൂപ ഫുൾ ആയിട്ട് ലോണും കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കാം. അപ്പൊ 10,40 ബെസ്റ്റ് പ്രൈസിന് നമുക്ക് നല്ല ഫീച്ചർ ലോഡായിട്ടുള്ള ഒരു ക്ലച്ച, അതും ഫുൾ ലോണില്. ഇത് നമുക്ക് GT ലൈനിൽ അല്ലേ ഒരു കിള്ളം സെൽട്ടോസ്, അതും ബ്ലാക്ക്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2020 മോഡൽ. 20 മോഡൽ 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. GT ലൈന് പെട്രോൾ ആണ്.
ഓക്കെ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് ഫൈനലായിട്ട് പറഞ്ഞ പോലെ ആ ഫൈനൽ 11,75,000 രൂപ കൊടുക്കാം. ഒരു നമുക്ക് ഒരു സബോമീറ്റർ എസ്യുവിന്റെ ഒരു സോണറ്റിന്റെയും വെന്യൂന്റെ ഒക്കെ പ്രൈസിനാണ് ഒരു ജി ടി ലൈനിൽ നമുക്കൊരു ഓട്ടോമാറ്റിക്കലി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സെൽട്ടോസ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഫുൾ ഓൺ ചെയ്യാം. ഇത് നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ. ഇന്ന് ആളുകളെ എൻക്വയറി ചെയ്യുന്ന ജനറേഷനിൽ അത് അത്യാവശ്യം നിലവിലുള്ളതിനേക്കാളും ബോഡി വെയിറ്റ് ഒക്കെ കൂടുതലുള്ള വണ്ടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഓട്ടോമാറ്റിക് ആണ്, 2016 മോഡലാണ്. ഇത് 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ ഫുൾ കമ്പനി സർവീസ് അല്ലേ? ഫുൾ കമ്പനി സർവീസ് ആണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് 8,75,000 രൂപ കൊടുക്കാം. 8,65 കൊടുക്കാം. 8,65. ഒരു ഹാച്ച് ബാക്ക് ഇന്നിപ്പോ നമ്മള് സ്വിഫ്റ്റ് ഒക്കെ നോക്കുന്ന റേറ്റിന് നമുക്ക് ഇതാണ് ഒരു ഓട്ടോമാറ്റിക്കൽ ഒരു ക്രെറ്റ കൊണ്ടുപോകും. അത് നമുക്ക് ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. അപ്പം ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം ഒരു ഹാച്ച് ബാക്കിന്റെ പ്രൈസിന് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. ഇത് നമുക്ക് ഒരു സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു കിളം i20 ഏറ്റവും ന്യൂജൻ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2021 ആണ്, 90,000 കിലോമീറ്റർ ഓടിയത്. ഇത് N8 ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് N-Line എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന്റെ ഫൈനലായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ 8,70,000 രൂപ നമുക്ക് കൊടുക്കാം. 8,75 അല്ലേ? നമുക്ക് പൊതുവേ നമ്മൾ ഈ ഒരു വണ്ടി ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തായാലും 10 ലക്ഷത്തിന് അടുത്തൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ ലക്ഷങ്ങൾ വിലക്കുറവിലാണ്. ഒരു നമുക്ക് മാക്സിമം ലോൺ ചെയ്തിട്ട് ഫുൾ ലോണും കൊടുക്കാൻ പറ്റൂല. നല്ല അഡാറ് വണ്ടിയാണ്, നല്ല ഫീച്ചറുകളായിട്ടുള്ള വണ്ടിയില്ല. ഇത് നമുക്കൊരു ഓൾട്രോസ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2021 ആണ്. വെറും 48,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഡുവൽ ടൂണ് ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് വരുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ 4 സ്റ്റാർ റേറ്റിംഗ് വരെയുള്ള ഒരു ചെറുവാഹനമാണ്. അപ്പൊ നമുക്ക് ഇത്രയും ചെറുവാഹനമായിട്ട് പോലും 4 സ്റ്റാർ റേറ്റിംഗ് ആണ് സേഫ്റ്റിയിൽ വരുന്നത്. സോ നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. എത്ര മാർക്കും നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 6,15,000 രൂപ കൊടുക്കാൻ പറ്റും. 6,15 അതിന് ക്യാഷ് ബാക്ക് ആണ്, 6 ലോൺ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ചെറുവാഹനാണെങ്കിലും നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ചെറിയ കിലോമീറ്റർ ഓടിയുള്ള ഒരു അടിപൊളി വാഹനം അല്ലേ? ഇത് നമുക്ക് ഒരു മഹീന്ദ്രയുടെ സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടായിരുന്നു മഹീന്ദ്ര ആ ഒരു സമയത്ത് ഈ ഒരു വാഹനം ചെയ്തിരുന്നില്ല. അത്രയും പക്ക ബെൻസിന്റെ ഒക്കെ പിന്നെ എഞ്ചിന് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡലാണ്. 42,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ ഓട്ടോമാറ്റിക് ആണ്, ഡീസലാണ്. ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് 19,25,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. അത് 7 സീറ്റർ കൂടിയാണ്. ഒരു ബെസ്റ്റ് ഓഫർ പ്രൈസ് നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ ഇത്രയും റേഞ്ചിലുള്ള ഇത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വേറെ വാഹനം ഇല്ലാന്നു പറയാം. അത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഇതിന് ഇല്ല, ഒരു ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 1,00,000 രൂപയൊക്കെ വെച്ചിട്ട് 1,00,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വെഹിക്കിളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലേ? ഇത് നമുക്കൊരു 7 സീറ്റർ ആണ്, മഹീന്ദ്ര SUV 500. അത് ബ്ലാക്കില് കിടനം വൈഡ് വീലൊക്കെ ചെയ്തിട്ടുള്ള നമ്പറൊക്കെ നോക്കി നിങ്ങൾ 777. എങ്ങനെയായിരുന്നു മാനുക്ക ഡീറ്റെയിൽസ് വരുന്നത്? 2016 ആണ് മോഡല്. ഇത് 1,10,000 കിലോമീറ്റർ ഓടിന്റെ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഓഫറായിട്ട് ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് ഇത് ഓഫർ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഡീസൽ ഓട്ടോമാറ്റിക്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 8,70,75,000 രൂപയ്ക്ക് വാങ്ങി. നമ്മൾ നെട്ടിക്കുന്ന പ്രൈസിനാണ് ഡീസൽ ഓട്ടോമാറ്റിക്കല് 7 സീറ്റർ വാഹനം. അതെ, ഇത് കാരണം എന്താ വെച്ചാൽ അലൈസ് നല്ല കോസ്റ്റ്ലി അലൈസ് ടയർസ് എല്ലാം വന്നിട്ടുള്ള വാഹനമാണ്. കാരണം എന്താ വെച്ചാൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഈ വാഹനം ഓടി പോകുമ്പോഴാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭംഗി. അപ്പൊ ഇതിന്റെ നമുക്ക് 8,75 മാനുക സ്പെഷ്യൽ റേറ്റ്. നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓണും ചെയ്യാൻ പറ്റൂല. ഇത് നമുക്കൊരു കിഡ്ലം ഫാമിലി കാറാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഹോണ്ടയുടെ അമേസ്. ഇത് മാനുക ഡീസലാണോ പെട്രോൾ ആണോ? ഇത് ഡീസല്. അപ്പൊ ഇതില് നമ്മൾ ആദ്യം പറയേണ്ടത് ഇതിന്റെ മൈലേജ് തന്നെയാണ്. എങ്ങനെയായിരുന്നു മൈലേജ്? 22 മൈലേജ് കിട്ടുന്നുണ്ട്. 2018-19 രജിസ്ട്രേഷനിൽ 80,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നൊരു ജനറേഷൻ കൂടിയാണ്. ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ഇറങ്ങിയ ഒരു മോഡൽ കൂടിയാണ് ഈ ഒരു മോഡല്. പിന്നെ കുറഞ്ഞ മെയിൻ്റെനൻസ് ആണ്. നമുക്ക് ലോങ്ങില് 24 വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. സോ ഡെയിലി യൂസിന് ഒരു ബൈക്കിന്റെ ചെലവിൽ, ഒരു ബുള്ളറ്റിന്റെ ചെലവിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന വാഹനം കൂടിയാണ്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് വളരെ കുറഞ്ഞ പ്രൈസ് 6,50,000 രൂപ. 18 ഡീസലിന് 6,50,000 രൂപ. മാനസ്കാർ ഹോട്ടലിൽ വേറെ എവിടെയും കിട്ടൂല. അപ്പൊ അത്രയും നമുക്കൊരു ഓഫർ പ്രൈസ് ആണ്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും മാനുക? ഫുൾ ഓൺ ചെയ്യാം. ഇത് നമുക്കൊരു കിഡ്ലം വെഹിക്കിൾ ആണ്. നമ്മള് ഫോർഡ് എക്കോസ്പോർട്ട് ബ്ലാക്ക് കിഡ്ലം നമ്പറൊക്കെയാണ് വരുന്നത്, ഫാൻസി നമ്പർ.
പിന്നെ എല്ലാത്തിലും ഫാൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ സ്പെഷ്യൽ പറഞ്ഞ് ഒട്ടുമിക്ക വാഹനം നമ്മൾ ഫാൻസി നമ്പേഴ്സ് ആണ് വരുന്നത് അല്ലേ മാനിക? ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2015 മോഡലാണ്, 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഫുൾ ഓപ്ഷൻ വാഹനമാണ്, ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? അതെ. ഇന്ത്യയിലൊക്കെ നോക്കിയത് ഡീസലും ആണ്, നല്ല അപാര ബോഡി വെയിറ്റ് കാര്യങ്ങള്. എക്കോസ്പോർട്ടിനെ കുറിച്ച് അറിയുന്നവർക്ക് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, അത്രയും പക്കായിട്ടുള്ള വാഹനം, ഏറ്റവും ടോപ്പ് എൻഡിൽ ഡീസലില് ബ്ലാക്ക് വാഹനം. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു മാനിക്ക? ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര ചോദിക്കും നമ്മൾ? നമുക്കൊരു 7,75,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 8 ലക്ഷക്കാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. 7,75,000 രൂപ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് 25 രൂപ ചെയ്യാൻ പറ്റും, ഫുൾ ഓണും ചെയ്യാൻ പറ്റൂല. അടുത്തതാണ് നമുക്കൊരു വീണ്ടും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനമാണ്. നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, അതേപോലെ ഡീസൽ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന മഹീന്ദ്രയുടെ SUV 300 അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡലാണ്, അല്ല സോറി 2023 മോഡലാണ്, 50,000 കിലോമീറ്റർ ഓടിയിട്ട് ഡീസലാണ്, ടോപ്പ് എൻഡ് മോഡൽ, ഏറ്റവും ടോപ്പ് എൻഡ്. ഇതിനൊക്കെ ഫുൾ ലോൺ അവൈലബിൾ ആണ്. ഇത് ലാസ്റ്റ് നമുക്ക് 9,60,000 രൂപ കൊടുക്കാനും പറ്റും, ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റും. ഇത് ലാസ്റ്റ് പ്രൈസ് ആണ് 960. അത് നമുക്ക് ഫുൾ ലോണില് സൺറൂഫ് അടക്കം വരുന്ന ഡീസലില് നല്ല മൈലേജ് കിട്ടുന്ന ഒരു കിഡ്ല SUV എന്ന് പറയാം. അത് നമുക്ക് ഫുൾ ഓണിൽ അടക്കാം. ഇത് നമുക്ക് വീണ്ടും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിഡ്ലൻ സെഡാൻ ആണ്, വെർണ. അത് നമുക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വാഹനം, ഡീസലല്ലേ മാനിക്ക വരുന്നത്? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 ആണ്, 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സൺറൂഫ് തന്നെ സീറ്റ് വെന്റിലേഷൻ വരുന്ന ടോപ്പ് എൻഡ് മോഡൽ ഡീസൽ, സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കിഡ്ലൻ വണ്ടിയാണ്. അതും നമുക്ക് ഡീസലില് മൈലേജും പെർഫോമൻസും നല്ല കംഫർട്ട് കിട്ടുന്ന വാഹനം. മാനിക്ക എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 7,90,000 രൂപ കൂടി. 90 ഫുൾ ഓണും ചെയ്യാം. ഫുൾ ഓണും ചെയ്യാം. ഇത് നമുക്ക് മാരുതിയുടെ ഒരു കിഡ്ലൻ വാഹനമാണ്, സിയാസ്. ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ്, കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2023 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർഷിപ്പിലാണ്, ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്, പിന്നെ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, നല്ല കംഫർട്ടാണ്, അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു മാനിക്ക? ഇത് ഓണർഷിപ്പ് സിംഗിൾ അല്ല. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? നമുക്ക് ഫൈനൽ ആയിട്ടുള്ള പ്രൈസ് തന്നെ 9,70,000 രൂപ കൊടുക്കും. 9,70,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതിന് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഇതും ഫുൾ ഓൺ ചെയ്യാൻ പറ്റൂല. ദെൻ വീണ്ടും നമുക്കൊരു സെൽട്ടോസ് തന്നെയാണ്, ഡുവൽ ടൂൺ ആണ്. നേരത്തെ ഒരു ഫുൾ ബ്ലാക്ക് ആണെങ്കിൽ വൈറ്റ് വേണ്ടവർക്ക് നമുക്ക് ഒരു കിഡ്ലം വൈറ്റ്, അത് ഓട്ടോമാറ്റിക് ആണ് വരുന്നില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2022 ആണ്. ഇത് HTX പ്ലസ് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസലും ആണ്, ഓട്ടോമാറ്റിക്കും ആണ്. നമുക്ക് നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനമാണ്. നല്ല കൊടുക്കുന്ന ക്യാഷിന് അത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടി. ഡുവൽ ടൂണില് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അല്ലേ? എത്ര ചോദിക്കുന്നു നമ്മൾ ഇതിന്? നമുക്ക് ഫൈനലായിട്ട് നമുക്ക് 15 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 15 ലക്ഷം രൂപ. ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്കൊരു 50,000 1 ലക്ഷം ഉണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്യാം, സുഖമായിട്ട് നമുക്ക് ചെയ്യാം. ഇത് നമുക്കൊരു ഒരു കിള്ളം പ്രീമിയം വെഹിക്കിൾ ആണ്, ബെൻസ്. അത് നല്ല കിള്ളം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. പ്രീമിയം വെഹിക്കിൾ പൊതുവെ നമ്മൾ മൈലേജ് നോക്കാറില്ല, പക്ഷേ ഈ വാഹനം മൈലേജ് കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്ക് അത്രയും പറയാൻ പറ്റുന്ന ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016-17 രജിസ്ട്രേഷൻ, 63,000 കിലോമീറ്റർ ഓടിയത്, സെക്കൻഡ് ഓണർഷിപ്പാണ്. ഓക്കെ. ഇത് നമുക്ക് 34 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 34 ലക്ഷം രൂപ അല്ല? ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 30-32 വരെ ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ പ്രീമിയം വെഹിക്കിൾ നമുക്ക് സ്വന്തമാക്കും ചെയ്യാം അല്ല? സ്കോർപ്പിയോ ആണ്. കാരണം നമുക്ക് സ്കോർപ്പിയോ അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻക്വയറി വരുന്ന ഒരു മോഡലാണ് അല്ലേ? എങ്ങനെയായിരുന്നു മാനിക്ക അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2018 മോഡലാണ്, സോറി 2015 മോഡലാണ്. S8 വരുന്നതാണ്. 80,000 കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സർവീസ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതേപോലത്തെ വാഹനങ്ങളൊക്കെ ലോ കിലോമീറ്റർ ഓടിയ വാഹനങ്ങൾ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ അത്രയും നമുക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ എംഒക്കിൽ 1.5 അല്ലേ വരുന്നത്? അതുകൊണ്ട് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും. അപ്പൊ ഒരു സ്കോർപ്പിയോ ലവേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലേ? എത്ര നമ്മൾ മാനിക്ക ചോദിക്കുന്നത് ഇതിന്? 8 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. 8 ലക്ഷം രൂപ അല്ല? ലോൺ ഏകദേശം നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? 8 വരെ ലോൺ ചെയ്യാൻ പറ്റും. 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഈ ഒരു സ്കോർപ്പിയോ ഇറക്കാം. അത് നമുക്ക് ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള മോഡൽ വെറും 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഇത് നമുക്കൊരു i20 ആണ്, Elite i20 റെഡ് ആൻഡ് ഫിനിഷിംഗിൽ ഡുവൽ ടൂൺ ഒക്കെ വരുന്ന വണ്ടി. ഡീസലാണോ മാനുക്ക് അത് വരുന്നത്? അതെ, SS ഓപ്ഷൻ ആണ്. 2016 ആണ്. 2016 ഡീസലിലെ ഏറ്റവും ടോപ്പ് എൻഡ് ഇല്ല? അത്യാവശ്യം നല്ല മൈലേജും പിന്നെ ഫീച്ചേഴ്സ് ആണ് അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു വൈറൽ വാഹനം ഇല്ലാന്ന് തന്നെ പറയാം. അത്യാവശ്യം 20 വരെ മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,20,000. ഓൺഷിപ്പ്
അല്ലേ? എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഏറ്റവും ഒരു ഇതായിട്ട് 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഓഫർ പ്രൈസ് ആണ്. ഏറ്റവും ടോപ്പിന് ഡീസൽ വണ്ടി അല്ലേ? ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന്റെ ലോണ് നമുക്ക് ഫുള്ളും ചെയ്യാൻ പറ്റും. ഫുള്ളും ചെയ്യാൻ പറ്റും. ഡീസൽ ഏറ്റവും ടോപ്പ് ഉണ്ട് കേട്ടോ. ഇതൊരു ഹോണ്ട സിറ്റി. ഇതെങ്ങനെയായിരുന്നു? 2017 ആണ്. 50,000 ഓടിയിട്ടുണ്ട്. 50,000 കിലോമീറ്റർ, ചെറിയ കിലോമീറ്റർ. ഏറ്റവും വില കുറവാണ്. ഇത് 5.25 ലക്ഷം രൂപ. 2017 പെട്രോള് 5.25 ലക്ഷം രൂപ KSV. അതാണ് നമുക്ക് ഒരു സിറ്റി നമുക്ക് ഇത്രയും പ്രൈസ് റേഞ്ചിൽ നമുക്ക് എവിടെ നിന്നും കിട്ടൂല. സോ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ആണ്. റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് കുറവ് എന്ന് പറയാൻ നമുക്കൊരു സൺറൂഫിന്റെ കുറവുണ്ട്. ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ലൊരു എമൗണ്ടിൽ നമുക്ക് കൊണ്ടുപോകാം അല്ലേ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്കൊരു കിഡ്ലം നിസാന്റെ ടെറാനോ ആണ്. ഇത് 85 വില മനക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 ആണ്. ഇത് 99,000 കിലോമീറ്റർ. ഓക്കെ. ഇത് നമുക്ക് ഫൈനലായിട്ട് ഇത് ഏറ്റവും ഫൈനലായിട്ട് 5 ലക്ഷം രൂപക്ക് ഇത് കൊടുക്കണം. 5 ലക്ഷം രൂപക്ക് ഏറ്റവും 85 ആണ്. നല്ല മൈലേജ് കിട്ടും, കുറഞ്ഞ മെയിൻ്റെനൻസും ആണ്. ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ഫുൾ ലോണും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ മാനുക്കാൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കിടിലൻ കളക്ഷൻസ്, നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി വാഹനം നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ കൊണ്ടുപോകാം. അപ്പോൾ താർ റോക്സൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് നമുക്കൊരു യൂസർ കാറിൽ ആദ്യമായിട്ട് നമ്മളോട് വരുന്നത്. കാണുന്നത് പല സ്ഥലങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ റോക്സൊക്കെ നമുക്ക് 1 ഇയർ വരെ നമുക്ക് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സോ നിങ്ങൾ പ്രീമിയം വെഹിക്കിൾസ്, ഒരു പ്രീമിയം സെഗ്മെൻറ്റ് SUV ഒക്കെ ചെറിയ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ്. യൂസ്ഡ് കാർ ആണെങ്കിൽ നമുക്കിവിടെ സ്കീമിലൂടെ 1 ഇയർ വാറണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിലെ വള്ളോമ്പുറത്താണ്. താഴെ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് മാനുക സൈനിങ് ഓഫ്.